ഇപ്പോൾ ഞാനുള്ളത് നിലമ്പൂർ നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷനിലാണ്. ശവകുടീരം, പിന്നെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലം, അതേപോലെ ഇവിടെ ആനപ്പന്തി ഉണ്ട്, ഒരു ട്രൈബൽ സ്കൂളുണ്ട്, ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഒരുപാട് സംഗതി ഈ നെടുങ്കയത്ത് കാണാനുണ്ട്. ബാക്കിയൊക്കെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ കാണിച്ചു തരാം. ഇന്ന് നമ്മോടൊപ്പം ഈ വീഡിയോയിൽ പങ്കെടുക്കാം നമ്മുടെ വടകരയിലെ മുനീർക്കായും കൂടെയുണ്ട്. ഞാനും മുനീർക്കയാണ് ഇപ്പോൾ നെടുങ്കയത്തേക്ക് എത്തിയിട്ടുള്ളത്. മുനീർക്ക് ഒരു വ്ളോഗറാണ്. നല്ല വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ മുനീർക്കാൻ്റെ വീഡിയോസ് നിങ്ങൾ കാണാം. മുനീർ വടകര എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ കൂടുതലൊക്കെ നമ്മൾ നേരിട്ട് തന്നെ കാണാം. പോന്നോളി. സിറാജ് നിലമ്പൂർ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിലമ്പൂർ മേഖലയിൽ കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ കാണിക്കുന്ന വീഡിയോസ് തുടരുകയാണ്. ഇന്ന് നാം കാണിക്കുന്നത് നിലമ്പൂർ കരുളായി നെടുങ്കയം കാടാണ്. നിലമ്പൂരിൽ നിന്നും 15 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു കരുളായി നെടുങ്കയം ഫോറസ്റ്റ്. നിലമ്പൂർ കാടുകളിൽ ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും കാണാൻ രസമുള്ള സ്ഥലം കൂടിയാണ് നെടുങ്കയം. ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച പാലം, ബ്രിട്ടീഷ് സാഹിബിൻ്റെ ബംഗ്ലാവ്, ആനപ്പന്തി, നെടുങ്കയം എന്ന പേര് വരാൻ കാരണം ഈ കാട്ടിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ വളരെ അധികം ക്ലിയറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പുഴയുടെ അടിത്തട്ട് വരെ കാണാം. ഇതിൻ്റെ ആഴം അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് പേർ ഇവിടെ മരിച്ചതായി അറിയപ്പെടുന്നു. അതുകൊണ്ടാണ് ഇതിന് നെടുങ്കയം എന്ന പേര് വന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. കരുളായിലെ വാരിക്കൽ നിന്നും പോന്നിട്ടുള്ള നെടുങ്കയം ഫോറസ്റ്റ് ആണ്. ഇവിടെ ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ നേരിട്ട് തന്നെ കാണിച്ചു തരാം. പോന്നോളൂ.
1909 സ്റ്റാർട്ട് ചെയ്ത തേക്ക് പ്ലാന്റേഷൻ Coming for the throne. Coming for the throne. So you wanna be my enemy? You should've known I'd never kiss the rain. Ice runs in my veins, won't play it safe. I don't belong with your nobility. Who died and made you king of anything? You think that I'm insane? That's your mistake. Kingdoms rise and fall. I've come. റോഷൻ സായിപ്പിൻ്റെ ബംഗ്ലാവ്. ദിസ് പ്ലേസ് അച്ചായേ മലയാളം ഈ നെടുങ്കയത്തിനെ കുറിച്ച് എന്താ പറഞ്ഞാലും ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ. നെടുങ്കയത്ത് നമ്മളെ കുറച്ച് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരോട് നമുക്ക് ഈ നെടുങ്കയം പാലത്തിനെ കുറിച്ചും ഇവിടുത്തെ അവസ്ഥയെ കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട്? ഇത് നല്ലൊരു സ്ഥലമാണ്. ഞാൻ ചെറുപ്പം തൊട്ട് വരുന്ന ഒരു സ്ഥലമാണ്. നിങ്ങളെവിടെ സ്ഥലം എവിടെയാണ്? നിലമ്പൂർ തന്നെ. നിലമ്പൂർ തന്നെ. ഇത് എൻ്റെ ഫ്രണ്ട്സ് ആണ്. ഇവർ കോളേജിൽ നിന്ന് വന്നതാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ നെടുങ്കയം ചുറ്റിക്കറങ്ങാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ്. എവിടെ കോളേജ്? ഞങ്ങൾ ബാംഗ്ലൂർ, സെന്റ് ജോസഫ്. ബാംഗ്ലൂർ. ഓക്കെ ഓക്കെ. ഞാൻ എറണാകുളം. അപ്പൊ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക്? ഓക്കെ, താങ്ക് യു. വീഡിയോ കാണെങ്കിൽ സിറാജ് നിലമ്പൂർ വ്ളോഗ്സ് കാണാം കേട്ടോ. ഓക്കെ. ഡോസൻ സായിപ്പ് പണി കഴിപ്പിച്ച ഇരുമ്പ് പാലം ആണ് ഈ കാണുന്നത്. 1930 കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ചതാണിത്. 1938 ഡോസൻ സായിപ്പ് ഈ കാണുന്ന പുഴയിൽ അബദ്ധവശാൽ മുങ്ങി മരിക്കുകയാണ് ഉണ്ടായത്. ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട മരണം ഇതാണ്. അവസാനത്തെ മരണം നടന്നത് 2007. അതിമനോഹരമാണ് ഇവിടുത്തെ പുഴ. 1933 പണി കഴിപ്പിച്ച ഈ പാലം ഗർഡർ പാലം എന്നാണ് അറിയപ്പെടുന്നത്. ഡോസൻ സായിപ്പിന് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു ഈ പാലം. I'm alone, I'm a broken home. I gave you all the bricks that I own and know. I'm letting go, I'm breaking these walls down, breaking these walls down. ഡോസൻ സാഹിബിൻ്റെ വിധവൻ്റെ നിർദ്ദേശപ്രകാരം ഡോസൻ സാഹിബ് മരണപ്പെട്ടപ്പോൾ ഇവിടെ അടക്കം ചെയ്യുകയായിരുന്നു.
1000 ഉറുപ്പ്യ കിട്ടിയിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും കിട്ടിയിട്ടില്ല. എന്തിന്റെ പൈസ 1000 ഉറുപ്പ്യ? 1000 ഉറുപ്പ്യ സ്കോളർഷിപ്പ് ആണോ? അത് ഇനി എന്തിനെന്ന് എനിക്കറിയില്ല. അതായത് നിങ്ങളെ കുട്ടികള് പിന്നെ പറമ്പ സ്കൂളിലാണ് പഠിക്കണത്. പറമ്പ പൂക്കോട്ടുംപാട്. പൂക്കോട്ടുംപാട് സ്കൂളാണ് പഠിക്കുന്നത്. ഓക്കെ, ഇവിടുന്ന് അവരെ ബസ് കൊണ്ടുപോവാ? അല്ല, അവിടെ ഹോസ്റ്റലിലാണ്. ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്? നിങ്ങളല്ല? അപ്പോൾ ഇപ്പോൾ നാമുള്ളത് നെടുങ്കയത്തുള്ള ആനപ്പന്തിന്റെ അടുത്താണ്. ഇവിടെ 5ഓളം ആനപ്പന്തി ഉണ്ട് എന്നാണ്. ഇവിടെ തന്നെ ആനകളെ മെരുക്കിയിരുന്ന സ്ഥലമാണ് ഈ ആനപ്പന്തി. വേറൊന്ന് അപ്പുറത്തുണ്ട് എന്നാണ് പറഞ്ഞത്. ആനപ്പന്തി പ്രവർത്തനം ആരംഭിച്ചത് 1935-ലാണ്. അന്ന് 41 ആനകളുണ്ടായിരുന്നു ഇവിടെ. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വാരിക്കുഴിയിൽ പിടിച്ച ആനകളെ ഇവിടെ മെരുക്കിയിരുന്നത്. നെടുങ്കയം കോളനിയിൽ താമസിക്കുന്ന ആളുകളെ ചോലനായ്ക്കർ വിഭാഗം എന്നാണ് അറിയപ്പെടുന്നത്. ഏഷ്യയിലെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഗോത്ര സമൂഹമാണ് ഗുഹാവാസികളായ ചോലനായ്ക്കർ. ഇവർ താമസിക്കുന്നത് നെടുങ്കയത്തിൻ്റെ ഉൾക്കാടുകളിലാണ്. ഏകദേശം 15 കിലോമീറ്ററോളം അകലെയാണെന്നാണ് അറിയപ്പെടുന്നത്. നെടുങ്കയത്തിനെ കുറിച്ചുള്ള ചരിത്രങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. തൽക്കാലം എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതിന് ഏവർക്കും ഗുഡ് ബൈ.